ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രാമറിന്റെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അക്ഷരമാല എന്ന് പരിചയപ്പെട്ടു, സ്വരങ്ങൾ എന്താണെന്ന് പറഞ്ഞു, വ്യഞ്ജനങ്ങൾ എന്താണെന്ന് പറഞ്ഞു, വർണ്ണങ്ങൾ എന്താണെന്ന് പറഞ്ഞു, സമൃദ്ധോകാരം എന്താണെന്ന് പറഞ്ഞു. ഇപ്പോ സ്വരം എന്നാൽ സ്വന്തമായി സ്വതന്ത്രമായി ഉച്ചാരണത്തെ തരുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? സ്വരങ്ങൾ എന്ന് വിളിച്ചത്. എന്നാൽ ഏതെങ്കിലും ഒരു സ്വരത്തിന്റെ സഹായത്തോടു കൂടി മാത്രം ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് വിളിച്ചു. അതുപോലെ മുഴുവനായി ഉച്ചരിക്കാത്ത ഉകാരത്തെ, ചുരുക്കി ഉച്ചരിക്കുന്ന ഉകാരത്തെ, ഇപ്പോ വീടു എന്ന് പറയാതെ വീട് എന്ന് പറയുന്നു. അതിന്റെ അവസാനത്തെ ഉകാരം ആദ്യത്തില് എന്താണ്? വിവൃതമാണ്, മുഴുവനും ഉണ്ട്. വീടു, പക്ഷെ നമ്മൾ വീടു എന്നല്ല പറയുന്നത്, വീട് എന്നാണ്. ആ അവസാനത്തെ അതിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? സമൃദ്ധോകാരം എന്ന് വിളിച്ചു. അതുപോലെ വർണ്ണങ്ങൾ, മലയാള ഭാഷയിലെ അടിസ്ഥാന ഘടകങ്ങളെ, ഏറ്റവും ചെറിയ ഘടകത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? വർണ്ണങ്ങൾ എന്ന് വിളിച്ചു. എല്ലാ സ്വരങ്ങളും വർണ്ണങ്ങൾ തന്നെയാണ്. വ്യഞ്ജനങ്ങളുടെ മുകളിൽ ചന്ദ്രക്കല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർണ്ണരൂപം കിട്ടും. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ സ്വരങ്ങളെ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നു. ഇത് ശ്രദ്ധിക്കുക. നമുക്ക് അറിയാവുന്നതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഒരു മേഖലയാണ്. ഇതിൽ നിന്ന് PSC ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് സ്വരങ്ങളെ ഏത്, അല്ലെ കേവല സ്വരങ്ങൾ ഏത്, സമാനാക്ഷരങ്ങൾ ഏത്, സന്ധ്യാക്ഷരങ്ങൾ ഏത് എന്നൊന്നും ചോദിക്കത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ഞാൻ ഇത് ഒന്ന് വിശദീകരിച്ചതിന് ശേഷം പറയാം. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ കണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തുകൂടി പോയാൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അതുപോലെ സംശയങ്ങൾ കമന്റുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം. സ്വരാക്ഷരങ്ങൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, ആ. ഇതാണ് നമ്മുടെ സ്വരാക്ഷരങ്ങള് എന്ന് പറയുക. അതിൽ രണ്ട് ആൾക്കാരെ ഇപ്പൊ നോക്കിയേ. ആ രണ്ട് ചിഹ്നങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ്. എന്നാണ് അല്ലെ? ഇപ്പോ ഇവിടെ എഴുതാം. ഇതിനെ നമ്മൾ എന്തെന്നാ വായിക്കുക? എന്ന് വായിക്കും. എന്തെന്നാ വായിക്കാം? ഒരാളുണ്ട്, അത് കഴിഞ്ഞ് എന്നൊന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് തൂത്തു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും? ആ പോയി എങ്ങനെ നിൽക്കും? എന്ന് നിൽക്കും. അതിനെ ഞാൻ എന്താ എഴുതാൻ പോവുകയാണ്. ഞാൻ എഴുതി മുകളിൽ ഒരു ചന്ദ്രക്കര ഇട്ടു, എന്നായി. കണ്ടോ? അപ്പോ ഇതിനെ ഇനി പൂജ്യം, മൊട്ട, വട്ടം എന്നൊന്നും പറയരുത്. എങ്ങനെയാ നമ്മൾ ഇതിനെ വായിക്കേണ്ടത്? എന്നാണ് ഇതിന്റെ ഉച്ചാരണം, അതിന്റെ പേര്. ഇത് ആരുടെ കൂടെയാണ് നിൽക്കുന്നേ? ആയുടെ കൂടെ. കൂടെ എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരാം. ഓർത്തു വെച്ചോളൂ. കൂടെ. അനു എന്നാൽ കൂടെ. അങ്ങനെ ഓർത്തിരിക്കുക. അനു എന്നാൽ കൂടെ എന്ന് വെറുതെ ഓർത്തിരിക്കുക. അപ്പോൾ അനു. അപ്പൊ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ആയുടെ കൂടെ. എന്താണ്? ഒരു സ്വരാക്ഷരമാണ്. അപ്പോൾ ആരുടെ കൂടെ നിൽക്കുന്നു? സ്വരത്തിന്റെ കൂടെ നിൽക്കുന്നു. സ്വരത്തിന്റെ കൂടെ നിൽക്കുന്നു. നമുക്ക് എങ്ങനെ പറയാം? അനുസ്വാരം. ഉണ്ടോ? അപ്പൊ ഇനി പൂജ്യം, മൊട്ട, ഇട്ട, വട്ടം എന്നൊന്നും പറയരുത്. അതിന്റെ പേരെന്താണ്? അനുസ്വാരം. രണ്ടാമത്തെ എന്താ? രണ്ട് കുത്ത് അല്ലെ? ഏതാണ്? നമ്മൾ കണ്ടിട്ടുണ്ട്. ഹരിശ്രീ ഗണപതയെ നമ എന്നും പറയും, നമഹ എന്നും പറയും അല്ലെ? ഇതിന്റെ ഉച്ചാരണം ഹ എന്നാണ്. ഇത് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. ഇതിനെ വിളിക്കും വിസർഗം. ഇതെന്ന് വിളിക്കും വിസർഗം എന്ന് വിളിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങള് ഇതിന്റെ കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ ഇങ്ങനെ മാത്രം ഉപയോഗിക്കുന്നു. അതിന്റെ ഉച്ചാരണം എന്നാണ്. അതിനെ വിളിച്ച പേരാണ് സമൃദ്ധോകാരം. മൂന്ന് ചിഹ്നങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണ്? ഒന്ന് ഇതാണ് ചിഹ്നം. രണ്ടാമത്തത് ഇതാണ്. ഇതാണ്. ഇത് പഴയ രൂപം. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന രൂപം ഇതാണ്. ചന്ദ്രക്കല എന്ന് പറയുന്നു. അപ്പൊ നോക്കിക്കേ. അനുസ്വാരം, വിസർഗം, സമൃദ്ധോകാരം. ഓക്കെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ അത് പറഞ്ഞു.
അടുത്തത് ഇനി പറയാൻ പോകുന്നതാണ് ഈ ആ ഇ എന്ന് പറയുന്ന സ്വരങ്ങളിൽ ഏറ്റവും അടിസ്ഥാന സ്വരങ്ങൾ 3 ആൾക്കാരാണ്. അവരെയാണ് ആ ഇ ഉ. വെറുതെ ഓർത്തിരിക്കുക, അതിന്റെ പേരാണ് കേവല സ്വരങ്ങൾ. അപ്പൊ ഭാഷയിൽ കേവല സ്വരങ്ങൾ എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ആ ഇ ഉ. അതിന്റെ കൂടെ ഇറു കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്താകും? ആ ഇ ഉ റ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സമാനാക്ഷരങ്ങൾ എന്ന് വിളിക്കും. അപ്പോ കേവല സ്വരങ്ങൾ ആ ഇ ഉ ആണ്. സമാനാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത് ആ ഇ ഉ റ് ആണ്. അടുത്തത് എന്താണ്? സന്ധ്യക്ഷരങ്ങൾ. അല്ലെ? സന്ധ്യക്ഷരങ്ങൾ. എന്താ സന്ധ്യക്ഷരങ്ങൾ? സന്ധി അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ് സന്ധി. നമ്മുടെ ടോപ്പിക്കിലുള്ളതാണ്, നമ്മൾ പറയും സന്ധി, കൂടിച്ചേരുക, ചേർച്ച എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ എന്താണ് സന്ധി എന്ന് പറഞ്ഞാൽ? ചേർച്ച. അങ്ങനെ ഓർത്തിരിക്കുക, ചുമ്മാ ഓർക്കുക. സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർച്ച. ചോർച്ചയല്ല കേട്ടോ, അത് റിന്റെ വരെയാണ് ചേർച്ച. അപ്പോ സന്ധി എന്ന് പറഞ്ഞാൽ ചേർച്ച. അപ്പൊ 2 കാര്യങ്ങൾ തമ്മിൽ ചേരുകയാണ്. അപ്പൊ നോക്കാം സന്ധ്യാക്ഷരങ്ങളിൽ എന്തൊക്കെയാ. പണ്ട് ഇങ്ങനെ ചോദിക്കും, 2004, 2000 മുതൽ 2007 വരെയൊക്കെ ഡയറക്റ്റ് ഇവിടുന്ന് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. സന്ധ്യാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓപ്ഷനിൽ എന്താണ്? 2 വ്യത്യസ്ത വ്യഞ്ജനങ്ങൾ തമ്മിൽ ചേരുന്നത്, ഒരേ സ്വരങ്ങൾ തമ്മിൽ ചേരുന്നത്, 2 വ്യത്യസ്ത സ്വരങ്ങൾ തമ്മിൽ ചേരുന്നത്, 2 വ്യത്യസ്ത അക്ഷരങ്ങൾ തമ്മിൽ, ഇങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ചുട്ടെഴുത്തുകൾ തൽക്കാലത്തേക്ക് ഞാൻ തൂത്തിട്ട് വീണ്ടും എഴുതാം. എന്താണ് സന്ധ്യാക്ഷരങ്ങൾ? നോക്കിക്കോണേ, 2 വ്യത്യസ്ത സ്വരാക്ഷരങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്ന അക്ഷരത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സന്ധ്യാക്ഷരങ്ങൾ. നമുക്ക് നോക്കാം. എന്താ എ. എങ്ങനെ വന്നതെന്ന് അറിയാമോ? ആ എന്ന് പറയുന്ന സ്വരത്തിനോടൊപ്പം ഇ എന്ന് പറയുന്ന സ്വരം ചേർത്തപ്പോൾ ഉണ്ടായ സന്ധ്യാക്ഷരമാണ്. സന്ധി ചെയ്ത് ചേർച്ച ചെയ്യണ്ടായി, ചേർച്ച നടന്നിട്ട് ചേർന്ന് എന്നൊക്കെയാണ് അർത്ഥം. സന്ധി, അതുകൊണ്ടാണ് സന്ധ്യാക്ഷരങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ ആയും ഈയും കൂടെ ചേർന്ന് എന്തുണ്ടാകും? എ ഉണ്ടാകും. അതുപോലെ തന്നെ ആ എയോടൊപ്പം വീണ്ടും നമുക്ക് ആ കൂട്ടിച്ചേർക്കാം. അപ്പൊ എന്താകും? ഐ ആകും. ഉണ്ടോ? അപ്പൊ ആദ്യം ഇ എന്ന് പറഞ്ഞാൽ എ ഹ്രസ്വമാണ്. ചെറിയ ഹ്രസ്വവും ദീർഘവും എന്താന്ന് ഞാൻ പറയാം. ആ ഈ ചേർന്നുണ്ടായ ഹ്രസ്വമാണ്, അതിന്റെ ദീർഘവും ഏതാണ്? എ. അതിനോടൊപ്പം നമ്മൾ എന്ത് കൂട്ടിച്ചേർത്താൽ? ആ കൂട്ടിച്ചേർത്താൽ എന്ത് കിട്ടും? ഐ കിട്ടും. നോക്കണേ, തിരിച്ചെഴുതാം. കുറച്ചുകൂടെ ഓർക്കാൻ നിങ്ങൾക്ക് എളുപ്പം അതായിരിക്കും തോന്നുന്നു. ഇങ്ങനെ ഓർത്തുക. ആയും ഈയും കൂടെ ചേർക്കുമ്പോൾ എന്ത് കിട്ടി? എ കിട്ടി. അതിന്റെ ദീർഘമായ എ കിട്ടി. അതിനോടൊപ്പം നമ്മൾ എന്ത് ചേർക്കുന്നു? ആ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. അതിനോടൊപ്പം നമ്മൾ വീണ്ടും എന്ത് കൂട്ടിച്ചേർക്കുന്നു? ആ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? ഐ എന്ന് പറയുന്ന ദീർഘ സ്വരം കിട്ടി. അടുത്ത നോക്കാം. അങ്ങനെയാണെങ്കിൽ ഉ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആ അധികം ഊ ചേർക്കുമ്പോൾ എന്ത് കിട്ടും? ഓ കിട്ടാം. അതിന്റെ ദീർഘം കിട്ടാം. വീണ്ടും ആ ദീർഘത്തോടൊപ്പം ആ കൂട്ടിച്ചേർക്കാം. അധികം ഓ എന്ത് കിട്ടും? ഔ കിട്ടും. ഒന്നുകൂടി പറയുന്നു. കേവല സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഇതാണ് അടിസ്ഥാന സ്വരങ്ങൾ. സമാനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇ ഉ റ് കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ സമാനാക്ഷരങ്ങൾ എന്ന് വിളിക്കും. ഇത് രണ്ടും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ശ്രദ്ധിച്ചു പഠിക്കേണ്ട പോയിന്റ് ഏതാണ്? സന്ധ്യാക്ഷരങ്ങളാണ്. സന്ധി എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ് അർത്ഥം. സന്ധി എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ് അർത്ഥം. അങ്ങനെ ചേർന്നുണ്ടാകുന്ന അക്ഷരങ്ങൾ, 2 വ്യത്യസ്ത സ്വരങ്ങൾ ചേർന്നുണ്ടാകുന്ന അക്ഷരത്തെ എന്തെന്ന് വിളിക്കുന്നു? 2 വ്യത്യസ്ത സ്വരങ്ങൾ ചേർന്നുണ്ടാകുന്ന അക്ഷരത്തെ സന്ധ്യാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ്? എ ഐ ഒ ഓ ഔ. അതില് അടുത്ത നോക്കാം. ആ അധികം ഇ ചേർന്നാൽ എ എന്ന ഹ്രസ്വം കിട്ടാം. അതിന്റെ ദീർഘമായ എ കിട്ടാം. ആ ആയോടൊപ്പം വീണ്ടും നമുക്ക് കിട്ടിയ എ ചേർത്ത് കഴിഞ്ഞാൽ ഐ കിട്ടും. ആ അധികം എ എന്താകും? ഐ കിട്ടും. അതുപോലെ ആ അധികം ഓ ആകാം. അതിന്റെ ദീർഘമായ ഓ ആകാം. അതുപോലെ ആ ഓയോടൊപ്പം വീണ്ടും ആ കൂട്ടിച്ചേർത്താൽ ആ അധികം ഓ എന്താകും? ഔ ആകും. ഇവിടെ നിന്ന് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ചോദ്യം എന്ന് നോക്കാം. അപ്പൊ ഞാൻ മുകളിലത്തെ തുടക്കുകയാണേ. നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ലോകോപകാരം
ഒരു വാക്കാണ്. ലോകോപകാരം നല്ലൊരു വാക്കാണ് അല്ലെ? ലോകത്തിന് ഒക്കെ ഉപകാരം. നോക്കൂ, ലോകോപകാരം. ക്വസ്റ്റ്യൻ ഇതായിരിക്കും, പിരിച്ചെഴുതുക. എന്താ ക്വസ്റ്റ്യൻ വരിക? ലോകോപകാരം എന്ത് ചെയ്യുക? പിരിച്ചെഴുതുക. എങ്ങനെ പിരിച്ചെഴുതും? ഇതവിടെയാണ് സന്ധ്യക്ഷരങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. നോക്കിക്കോളൂ, നമ്മൾ നോക്കിയേ, എവിടെയാണ് സന്ധി സംഭവിച്ചത് നോക്കിക്കേ. ഇതാ അവിടെ കിടക്കുന്ന സ്വരം ഏതാണ്? ഓ. ഏതാണ്? ഓ. നോക്കിക്കേ, ഓ എന്ന സന്ധ്യക്ഷരം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇതാണ് ഓ. എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ആദികം ഉ അല്ലെ? അപ്പൊ ഈ വാക്കിനെ നിങ്ങൾ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് എന്തിൽ അവസാനിക്കണം? ആയിൽ അവസാനിക്കണം. അത് എന്തിൽ തുടങ്ങണം? ഊയിൽ തുടങ്ങണം. ആദികം ഉ എങ്കിലേ നമുക്ക് എന്തെന്ന് കിട്ടത്തുള്ളൂ? ഓ എന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നോക്കിക്കേ, ഇവിടെ വെച്ചിട്ട് ഇവിടെ രണ്ട് വാക്ക് നിങ്ങൾക്ക് അറിയാം. ലോകം അറിയാം, ഉപകാരം അറിയാം അല്ലെ? സ്പ്ലിറ്റ് ചെയ്യുന്നു നമ്മൾ. കണ്ടോണം. ലോ കം എന്നെഴുതരുത്. കാരണം എന്താ? നമുക്ക് ആയിൽ അവസാനിക്കുന്ന ലോകാന്ന് എഴുതിയാൽ മതി. കാരണം നമുക്കറിയാം കാ എന്ന് പറഞ്ഞാൽ അധികം ആയാണ്. അപ്പൊ കായ്ക്കകത്ത് ഓൾറെഡി ആര് വന്നു കഴിഞ്ഞു? ആ വന്നു കഴിഞ്ഞു. ഇനി എന്തിൽ തുടങ്ങുക? ഊയിൽ തുടങ്ങുക. വാക്കറിയാം, ഉപകാരം. അപ്പൊ ലോക അധികം ഉപകാരം എങ്ങനെയായി? ലോകോപകാരം. അപ്പോൾ ആ അധികം ഊ ആണ് ഓ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലോകോപകാരം നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പിരിച്ചെഴുതാൻ കഴിയും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് സന്ധ്യക്ഷരങ്ങൾ പഠിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ എഴുതുന്നു. അടുത്തൊരു ചോദ്യം. ഇപ്പൊ ലോകോപകാരാണ് കണ്ടത്. അടുത്തൊരു ചോദ്യം, ലോകൈക. സെയിം ചോദ്യം, പിരിച്ചെഴുതുക അല്ലെ? വീണ്ടും നമ്മളതേ മധ്യത്തിൽ ഇവിടെയാണ് സന്ധി സംഭവിച്ചത്. അവിടെ കിടക്കുന്ന സ്വരം ഏതാണ്? അയ്യാണ് അല്ലെ? നോക്കിക്കേ, അയ്യെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ആ അധികം എ. അപ്പോൾ ആയിൽ അവസാനിക്കണം. എന്തില് തുടങ്ങണം? പ്ലസിന് ശേഷം എയില് തുടങ്ങണം. നോക്കാം നമുക്ക്. വീണ്ടും ലോകം അല്ല, എന്തിൽ അവസാനിപ്പിച്ചാൽ മതി? ആയിൽ അവസാനിക്കണം. ലോക എന്ന് അവസാനിപ്പിച്ചു. കാരണം എന്താ? കാ എന്ന് പറഞ്ഞാൽ ക്ക് അധികം ആയാണ്. അപ്പൊ കായ്ക്കകത്ത് ആരുണ്ട്? ഓൾറെഡി ആ വന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നത്? ലോക പറയുമ്പോ തന്നെ ആ എന്ന സ്വരത്തിലാണ് അവസാനിക്കുന്നത്. എന്തിൽ തുടങ്ങുക? എയിൽ തുടങ്ങുക അല്ലെ? എന്താണ് ക? ഏക. അപ്പൊ ലോക അധികം ഏകയാണ് എന്ത്? ലോകൈക. കണ്ടോ? അടുത്തൊരു ചോദ്യം എന്താണ്? ദിവ്യൌഷധി. പിരിച്ചെഴുതുക. ദിവ്യൌഷധി പിരിച്ചെഴുതുക. എന്ത് ചെയ്യുക? ഒന്നാമത്തെ സ്റ്റെപ്പ് നടക്ക് നോക്കി. ഏതാണ് അവിടുത്തെ സ്വരം? ഔ എന്നതാണ് അവിടുത്തെ സ്വരം. ഔ എന്ന സന്ധ്യക്ഷരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ അധികം ഓ. അപ്പൊ എന്ത് ചെയ്താൽ മതി? പ്ലസിന് മുമ്പ് ആയില് തീരണം, പ്ലസിന് ശേഷം ഓയില് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? ദിവ്യ അല്ലെ? ദിവ്യയാണ്. ദിവ്യ എന്ന് പറഞ്ഞ വ്, അതിലൊരു യായുണ്ട്, യായ്ക്കകത്ത് ആരുണ്ട്? ഒരു ആയുണ്ട്. ഇതാണ് വ്യ. ഉണ്ടോ? അപ്പൊ എന്താണ്? ഓൾറെഡി ആദ്യം തന്നെ നമുക്കറിയാം, പിരിച്ചു നോക്കേണ്ട കാര്യമില്ല. ദിവ്യ അവസാനം നമ്മൾ എന്താ കേൾക്കുന്നത്? ആയാണ് കേൾക്കുന്നത്. അപ്പൊ ദിവ്യ അധികം എന്തിൽ തുടങ്ങണം? ഓയില് തുടങ്ങണം. ബാക്കി എങ്ങോട്ട് എഴുതിക്കോളൂ? ദിവ്യ അധികം ഔഷധി എന്താകും? ദിവ്യ ഔഷധിയാകും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോക്കൂ, ഇതാണ് സന്ധ്യക്ഷരങ്ങൾ. ഇതാണ് ബേസ്. ഇതാണ് അക്ഷരമാലയിലെ സ്വരങ്ങൾ പഠിച്ചു, സ്വരങ്ങളെ വർഗീകരിക്കുന്ന പഠിച്ചു, അതിൽ സന്ധ്യക്ഷരങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ സന്ധ്യക്ഷരങ്ങളെ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഈസിയായി കണ്ടെത്താം. എന്തുമാത്രം പഠിച്ചാൽ മതി? ഇത് മാത്രം പഠിച്ചാൽ മതി. സന്ധ്യക്ഷരങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രാധാന്യം കൊടുത്ത് നോട്ട് എഴുതി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും നമുക്ക് ഉത്തരം എഴുതാം. പിരിച്ചെഴുതുകയില് ചോദിക്കുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സന്ധ്യക്ഷരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ ഉത്തരം എഴുതാൻ, വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോ നമ്മൾ ഒന്നുകൂടി പറയുന്നു. നമ്മള് എന്താ പറഞ്ഞത്? അക്ഷരങ്ങള്, സ്വരാക്ഷരങ്ങളെ വർഗീകരിച്ചു. എങ്ങനെ, എന്തൊക്കെ പറഞ്ഞു? ആ ഇ ഉ ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിച്ചു? കേവല സ്വരങ്ങൾ എന്ന് വിളിച്ചു. അതുപോലെ ആ ഇ ഉ ഋ കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിച്ചു?
സമാനാക്ഷരങ്ങൾ എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് രണ്ട്, ഓർത്തിരിക്കുക, അതിന്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കുക, രണ്ട് വ്യത്യസ്ത സ്വരങ്ങൾ തമ്മിൽ ചേർത്ത് ഉണ്ടാക്കുന്ന അക്ഷരത്തെ അല്ലെങ്കിൽ സ്വരത്തെ വിളിക്കുന്ന പേരാണ് ഏത്? സന്ധ്യക്ഷരങ്ങൾ. അതേതാണ്? എ, എ, ഐ, ഒ, ഓ, ഔ. ഓരോന്നും എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ചർച്ച ചെയ്തു. ഇനി അവിടെ എഴുതിയ മറ്റൊരു കാര്യം ചുട്ടെഴുത്തുകളാണ്. എന്താണ് ചുട്ടെഴുത്തുകൾ? അതിന്റെ ഉദാഹരണം ആ, ഇ, ഇ, എ ഇവയാണ് മലയാളത്തിലെ ചുട്ടെഴുത്തുകൾ. ചുട്ടെഴുത്ത് എഴുത്തല്ല. എന്താ ചുട്ടെഴുത്ത്? ഇപ്പോ നമ്മൾ പറയുകയാണ്, ദാ അവൻ, അവിടെ, അന്ന്, അപ്പോൾ, അല്ലെ? സിമ്പിൾ ആയിട്ടല്ലേ? എന്താ പറയാ? ദാ അവിടെ, ഇവിടെ, ഇവിടെ, അന്ന്, ഇന്ന്, എന്ന്, അവൻ, ഇവൻ, എവൻ. നമ്മൾ എന്താ ചെയ്തത്? പോയിന്റ് ചെയ്യുന്നു, അല്ലെ? ഇവരുടെ എന്താ വിളിക്കുക? ചൂണ്ടുവരുന്നു. നമ്മൾ ചൂണ്ടി പറയുകയാണ്, അവൻ, അവിടെ, അന്ന്. അപ്പോ ചൂണ്ടാൻ, പോയിന്റ് ചെയ്യാൻ, ചൂണ്ടിക്കാണിക്കുവാൻ ഉപയോഗിക്കുന്ന മൂന്ന് അക്ഷരങ്ങളെ അല്ലെങ്കിൽ മൂന്ന് സ്വരങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ചുട്ടെഴുത്തുകൾ. ഏതൊക്കെയാണ്? ആ, ഇ, എ. നമ്മൾ സർവനാമങ്ങൾ പറയുമ്പോ പഠിക്കുമ്പോ നമ്മൾ പറയും, ദാ ആ എന്ന് പറയുന്ന എന്താണ്? ചുട്ടെഴുത്ത്. അതിന്റെ കൂടെ പുല്ലിംഗ പ്രത്യയമായ, പേടിക്കേണ്ട, ഇതൊക്കെ നമ്മൾ പഠിക്കും, ലിംഗപ്രത്യയങ്ങളൊക്കെ നമ്മൾ പഠിക്കും, വിശദമായിട്ട് തന്നെ പഠിക്കും. ആ അധികം അൻ, കണ്ടോ? നോക്കിക്കേ, ആ എന്ന ചുട്ടെഴുത്ത്, അതിന്റെ കൂടെ പുല്ലിംഗ പ്രത്യയമായ അൻ ചേർക്കുമ്പോൾ ദാ അവൻ, കണ്ടോ? അപ്പൊ ഇതാണ് എന്ത്? ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സ്വരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഈ സ്വരങ്ങൾ അല്ലാണ്ട് നമുക്ക് വർഗീകരിക്കാൻ പറ്റും കേട്ടോ. സ്വരങ്ങളെ നമ്മൾ ഹ്രസ്വം, നോക്കൂ, ഹ്രസ്വം ആണ് കേട്ടോ. ഹ്രസ്വം അല്ല, ഹ്രസ്വം അല്ല. വാക്കേതാണ് ശരി? ഹ്രസ്വം തെറ്റ്, ഹ്രസ്വമാണ് ശരി കേട്ടോ. അപ്പൊ ചെറുത് എന്നാണ് അർത്ഥം. അപ്പൊ ചെറിയ സിനിമ, ചെറിയ ചിത്രം നമ്മൾ എങ്ങനെ പറയും? ഹ്രസ്വ ചിത്രം, അല്ലെ? ഏതാണ്? ഹ്രസ്വ ചിത്രം, ഹ്രസ്വ ദൃഷ്ടി, കണ്ടോ? ഹ്രസ്വ ദൃഷ്ടി. അപ്പോ ഹ്രസ്വമാണ് ശരി. ഓക്കെ. അപ്പൊ ഹ്രസ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ ഉച്ചരിക്കാൻ എല്ലാം തുല്യമായ സമയമല്ല എടുക്കുന്ന. ആ, ഇ, ഉ, അല്ലെ? ഒരു സെക്കൻഡ് മതി, ഒരു മാത്ര എന്ന് പറയും നമ്മൾ. എന്നാ നോക്കിക്കേ, ആ 2 സെക്കൻഡ്, ഈ 2 സെക്കൻഡ്, ഊ 2 സെക്കൻഡ്. അപ്പൊ ഉച്ചരിക്കാൻ 1 സെക്കൻഡ് വേണ്ടതിനെ ഹ്രസ്വം എന്നും 1 സെക്കൻഡിൽ കൂടുതൽ വേണ്ടതിനെ, അല്ലെ 2 സെക്കൻഡ് വേണ്ടതിനെ ദീർഘം എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അത് നാം പറഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ അടിവരയിട്ട് പഠിക്കേണ്ടത് ഏതാണ്? ചുട്ടെഴുത്തുകളും അതുപോലെ തന്നെ ഏതാണ്? സന്ധ്യക്ഷരങ്ങളും.